Good morning. Good morning, ma'am. Morning. Good morning, ma'am. Good morning. ഓക്കെ, ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. നല്ലതായിരുന്നു മാം, സൂപ്പർ ആയിരുന്നു. കേക്ക് ഒക്കെ മുറിച്ചു? ട്രിപ്പൊക്കെ പോയോ? ഇല്ല മിസ്സേ, പനിയൊക്കെ ആയിരുന്നു എല്ലാവർക്കും. അതെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യട്ടെ മാം? സ്റ്റാർട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. പ്രാർത്ഥന യാചനയല്ല, അത് ആത്മാവിന്റെ ഒരു ആഗ്രഹമാണ്. ഒരു പ്രയർ സോങ്ങോട് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. പ്രയർ സോങ്ങിനായി ഗ്ലാഡീസിനെ ക്ഷണിക്കുന്നു. അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി, അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി, പരമാണു പൊരുളിലും സ്മരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി, അവികല സൗഹൃദ ബന്ധം പുലർത്തി, അതിനൊക്കെ ആധാര സൂത്രമിണക്കി, കുടികൊള്ളും സത്യമേ ശരണം എന്നും. അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി, അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി, പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം എന്നും. ഓക്കെ. താങ്ക് യു ഗ്ലാഡീസ്. സൈൻ ഇൻ ചെയ്യാനായി സൽമയെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ ക്ലാസ് എടുക്കാൻ വന്ന അശ്വതി മാമിനെയും അതുപോലെ എൻ്റെ കൂട്ടുകാരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സൽമ. ഒരു പോസിറ്റീവ് ചിന്ത നമ്മളെ ഒരു ദിവസം മുഴുവൻ മുന്നോട്ട് നയിക്കുന്നു. ഒരു നല്ല പോസിറ്റീവ് തോട്ടുമായി ഗ്ലാഡീസിനെ ക്ഷണിക്കുന്നു. Dream, dream, dream. Dreams transform into thoughts, and thoughts result in action. Sir APJ Abdul Kalam. I repeat, dream, dream, dream. Dreams transform into thoughts, and thoughts result in action. Sir APJ Abdul Kalam. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ആക്ഷൻ സോങ്ങോ സ്റ്റോറിയോ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്? ഓർമ്മയുണ്ടോ? എന്തിനെ പറ്റിയായിരുന്നു പറഞ്ഞത്? ഇമ്മ്യൂണൈസേഷൻ വാക്സിനെ കുറിച്ചൊക്കെയാണ് മാം. ഡിഫ്തീരിയ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ഡിഫ്തീരിയ പറഞ്ഞു. ഡിഫ്തീരിയയുടെ ഒരു ഹിസ്റ്ററി പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു അല്ലെ. വാക്സിൻ കണ്ടുപിടിച്ച ആ ഒരു കാര്യം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അല്ലേ, അതല്ലേ പറഞ്ഞത്? അതെ മിസ്. ഓക്കെ. അപ്പോ ഡിഫ്തീരിയയുടെ ഹിസ്റ്ററിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം എന്താ പറയാ, ഒരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്ത് അതിനുശേഷം അമേരിക്കയിലേക്ക് അത് വ്യാപിച്ചതോടെയാണ് അത് ലോക ശ്രദ്ധയെ ആകർഷിച്ചത്. അപ്പൊ അതിനെ തുടർന്ന് അമേരിക്കൻ ഗവൺമെന്റ് 2 സയന്റിസ്റ്റിനെ ഏർപ്പെടുത്തി അതിന്റെ വാക്സിൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനിപ്പന്നികളിലാണ് ആദ്യം വാക്സിൻ പരീക്ഷിച്ചത്. അത് സക്സസ്ഫുൾ ആയതിനു ശേഷം മനുഷ്യരിൽ കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ കൊടുത്തു തുടങ്ങിയപ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് രോഗം കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടെത്തി. രോഗത്തിന്റെ തീവ്രത കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടെത്തി. അപ്പൊ ആ ഒരു ഹിസ്റ്ററി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഡിഫ്തീരിയയെ കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ?
ഡിഫ്തീരിയ എങ്ങനെയാണ് അതിന്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാമോ? എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും വന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതും ക്ലാസ് എടുത്തായിരുന്നു മിസ്സേ. എന്തോ അപർണ മിസ്സേ ചൈൽഡ്ഹുഡ് ഡിസീസ് എടുത്തപ്പോ അതിനകത്തുണ്ടായിരുന്നു. അതിനകത്തുണ്ടായിരുന്നു. എന്താ പറഞ്ഞത് അപർണ മിസ്? ത്രോട്ടിൽ ഒരു വൈറ്റ് മെംബ്രെയിൻ പറഞ്ഞായിരുന്നു ഡിസീസ്. ആ ഒരു മെംബ്രെയിൻ നമുക്ക് ഒരു എന്തോ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മുടെ ഇൻഡസ്റ്റൈൻ എല്ലാ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ അത് എഫക്ട് ചെയ്യും. പിന്നെ ആൻഡ് ഡെത്ത് റേറ്റ് കൂടുതലാണ്. ഇതിനെ കില്ലർ ഡിസീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഉം. കോർണ ബാക്ടീരിയ എന്നൊരു ബാക്ടീരിയ ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. ഇത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിനെയാണ് എഫക്ട് ചെയ്യുന്നത്. സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഹാരങ്ങൾ ഇറക്കാനും ഉമിനീരൊക്കെ ഇറക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വാക്സിൻ കൊടുക്കുന്നത് പെൻഡവാലൻ വാക്സിൻ ആണ്. പെന്റാവാലന്റ്. പിന്നെ പിന്നെ സിംറ്റംസ് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ, പിന്നെ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, അത് എന്ന് പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? തൊണ്ടയിലെ മുള്ള് എന്നും ഇതിനെ അറിയപ്പെടുന്നു. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നു അല്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാം. ട്രക്കിയ എന്നീ ഭാഗങ്ങളിലാണ്. ഓക്കെ. പിന്നെ ഓക്കെ. അപ്പൊ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഡിഫ്തീരിയയെ കുറിച്ചിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കില്ലർ ഡിസീസ് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് കേട്ടോ. അതായത് ഡിഫ്തീരിയ അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ് കില്ലർ ഡിസീസ് അഥവാ കൊലയാളി രോഗം എന്നാണ് കേട്ടോ. അതായത് ആളെ കൊല്ലിയാണ്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ ആളുകൾ മരിക്കുന്നത് കൂടുതലായിട്ട് കണ്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ കില്ലർ ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള എന്ന് പറയും. അതായത് നമുക്ക് മുതിർന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇതിനെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാല് തൊണ്ടമുള്ളെന്നാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യ കാലങ്ങളിൽ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാക്സിനോ ട്രീറ്റ്മെന്റോ ഉണ്ടായിരുന്നില്ല. മരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം വാക്സിൻ കൊടുത്തതിന് ശേഷം അസുഖം കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടെത്തി. ഓക്കെ. പിന്നെ ഇത് ഉണ്ടാകുന്ന ബാക്ടീരിയ എന്താണ് അത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. കോർണിബാക്ടീരിയം. കോർണിബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ രോഗം ഡ്രോപ്ലെറ്റ്സിലൂടെയാണ് സ്പ്രെഡ് ആവണേന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. അതായത് 2-5 ഡേയ്സിനുള്ളില് ഈ ബാക്ടീരിയ അകത്ത് കടന്നു കഴിഞ്ഞാല് 2 തുടങ്ങി 5 ദിവസത്തിനുള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. പിന്നെ നേരത്തെ പറഞ്ഞ ഡ്രോപ്ലെറ്റ്സ്, അതായത് ഒരു ഡിഫ്തീരിയ രോഗി തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ തെറിക്കുന്ന ഡ്രോപ്സ് ഉണ്ടല്ലോ, ഡ്രോപ്ലെറ്റ്സ്, അതിലൂടെയാണ് ഈ രോഗം പകരുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ക്ലോസ് കോണ്ടാക്ട് വഴി എന്ത് വരാം? ഡിഫ്തീരിയ രോഗം പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഡിഫ്തീരിയ രോഗി ഉപയോഗിച്ചിട്ടുള്ള കർച്ചീഫ്, അതുപോലെ തന്നെ ഗ്ലാസുകള് തുടങ്ങിയവ മറ്റുള്ള ആളുകൾ ഉപയോഗിക്കുന്നതിലൂടെയും എന്തു വരാം? ഈ രോഗം പിടിപെടാം. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ്? ക്ലോസ് കോണ്ടാക്ട് വഴിയും വരാം. അതുപോലെ തന്നെ രോഗി ഉപയോഗിച്ചിട്ടുള്ള കർച്ചീഫുകള്, ഗ്ലാസ്, പാത്രം, സ്പൂൺ, ഈ തുടങ്ങിയ ഐറ്റംസ് മറ്റാളുകൾ പിടിക്കുകയാണെങ്കിലോ എന്ത് വരാം? ഈ രോഗം വരാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ചില രോഗികൾക്ക് പുറമേ രോഗലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കാറില്ല. പക്ഷേ അവർക്ക് രോഗം പിടിപെട്ട് 6 ആഴ്ച കാലത്തോളം രോഗം പരത്താനുള്ള ശേഷി ഉണ്ടാവും. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകൾ ഉണ്ടാകും. അവർക്ക് ചിലപ്പോൾ സിംറ്റംസ് ഒന്നും പുറത്തേക്ക് കാണില്ല. പക്ഷെ
ഈ സിംറ്റംസ് ഒന്നും കാണില്ലെന്ന് വെച്ചിട്ട് അകത്ത് ഇവരുടെ ബാക്ടീരിയ ഉണ്ട്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാം? 6 ആഴ്ച കാലം വരെ ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? ഇവരുടെ ഉള്ളിൽ ഉണ്ടാകും. അപ്പോ മറ്റുള്ളവരിലേക്ക് പകർത്താനായിട്ട് അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഇത് കാരണമാകും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. ഇനി ഡിഫ്തീരിയ ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന വിഷസമാനമായ ടോക്സിനുകളാണ് ഈ രോഗത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നത്. അതായത് വളരെ പോയിസണിങ് ആയിട്ടുള്ള ഒരു ടോക്സിൻസ് ഉണ്ട്. അത് എന്ത് ചെയ്യുന്നു? ഇതിന്റെ തീവ്രത, അതായത് ഈ രോഗം വന്നു കഴിഞ്ഞാല് ഭയങ്കര കഠിനമാക്കുന്നത് ഈ വിഷസമാനമായിട്ടുള്ള ടോക്സിനുകളാണ്. ഓക്കെ, ഇനി ഇതിന്റെ സിംറ്റംസ് പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണെന്നല്ല ഞാൻ പറയുന്നതാണ്. സാധാരണ ഒരു ജലദോഷം പോലെ തന്നെ മൂക്കിന് വെള്ളം വരും, അതുപോലെ തന്നെ ചുമയുണ്ടാകും, പിന്നെ ഉമിനീരിറക്കുമ്പോൾ തൊണ്ടവേദന അനുഭവപ്പെടും. പിന്നെ വാ തുറന്ന് നോക്കുന്ന സമയത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞതാണ് ഒരു മെംബ്രെയിൻ, അതായത് ഒരു വെള്ളപ്പാട് പോലെ കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ പാലൊക്കെ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാല് അതിന്റെ മേലെ ഒരു പാട് രൂപപ്പെടില്ലേ? കണ്ടിട്ടില്ലേ? പാൽപ്പാടാ. ആ, അതുപോലെ വാ തുറന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. സാധാരണ ഡിഫ്തീരിയ കുട്ടികളിലാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ കുട്ടികളെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോ ഡോക്ടേഴ്സ് സാധാരണ നമ്മുടെ വാ തുറന്ന് നോക്കാറുണ്ട്, അല്ലെ? വാ തുറക്കാൻ പറയാറില്ലേ ഡോക്ടേഴ്സ്? ആ, അപ്പൊ കുട്ടികൾ പ്രത്യേകിച്ചും എല്ലാ കുട്ടികളുടെയും നിർബന്ധമായിട്ടും വാ തുറന്ന് നോക്കാറുണ്ട്. അപ്പൊ ഈ വാ തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു വെള്ളപ്പാട് പോലെ കാണുവാണെങ്കിൽ, മറ്റു ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് ഉറപ്പിക്കാം കുട്ടിക്ക് ഡിഫ്തീരിയയാണ്. ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്തതിനുള്ള ടെസ്റ്റുകൾ ഉണ്ട്. നമ്മുടെ തൊണ്ടയിൽ നിന്നുള്ള സ്വാബ് അഥവാ സ്രവം എടുത്തിട്ടാണ് എന്ത് ചെയ്യുക? ഡിഫ്തീരിയ ടെസ്റ്റ് ചെയ്യുക. പക്ഷെ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും ഈ കുട്ടിക്ക് ഡിഫ്തീരിയയാണ്. എങ്ങനെയാണ്? അതായത് ഈ മെംബ്രെയിൻ ഇത് കാണാനായിട്ട് സാധിക്കും ഡോക്ടർക്ക്, കേട്ടോ. അപ്പോ അതും അതുപോലെ തന്നെ ഈ ജലദോഷം, ചുമ, ഉമിനീരിറക്കുമ്പോ തൊണ്ടവേദന, ഇത്തരത്തിലുള്ള സിംറ്റംസും കൂടി ഉണ്ടെങ്കിൽ 100% ഷുവർ ആണ് കുട്ടിക്ക് ഡിഫ്തീരിയയാണ്. ഓക്കെ, എന്നിരുന്നാലും ഡോക്ടേഴ്സ് അങ്ങനെ പ്രാഥമികമായിട്ടുള്ള ഡയഗ്നോസിസ് നടത്താറില്ല. തൊണ്ടയിൽ നിന്ന് സ്വാബ് എടുത്തിട്ട് എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യാനായിട്ട് അയക്കും. അപ്പൊ അവർക്ക് ഒന്നും കൂടി ഒരു എന്താ പറയാ ഉറപ്പ് കിട്ടുന്നതാണ്, അല്ലെ? അപ്പൊ ഇത്തരത്തിലാണ് ഇതിന്റെ എന്താ പറയാ പ്രൈമറി സിംറ്റംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മിനിറ്റ്, അതെ, ബാക്ടീരിയ പടർത്തണ ബാക്ടീരിയയുടെ പേര് എന്നിട്ട് പറഞ്ഞ ക്ലിയർ ആയില്ല. ബാക്ടീരിയ കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ, കേട്ടോ. കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ, അതാണ് ഇത് സ്പ്രെഡ് എന്ത് പറ്റി? കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും? കട്ടായില്ലേ? ഒന്നും കേൾക്കുന്നില്ല. എനിക്ക് തോന്നി എനിക്ക് മാത്രമായിരിക്കും. ഇല്ല ഇല്ല, ഒന്നുമില്ല.
റേഞ്ചിന്റെ പ്രശ്നമല്ലായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. പെട്ടെന്ന് ഓഫായി പോയതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പ്രൈമറി സിംറ്റംസ് ആണ് ഇതിന്റെ. പിന്നെ ചില ആളുകൾക്ക് തലവേദന ഉണ്ടാവും, അതായത് ഇതിന്റെ തീവ്രത കൂടിക്കഴിഞ്ഞാല് ഹെഡേക്ക് ഉണ്ടാവും, അതുപോലെ വോമിറ്റിംഗ്, ഛർദി ഉണ്ടാകും, പിന്നെ ഹാർട്ട് ബീറ്റിന് നേരിയ വ്യത്യാസം, വേരിയേഷൻസ് ഉണ്ടാകും, പിന്നെ കൈയും കാലും തളർന്നു പോവുക, മരണം വരെ സംഭവിക്കുക. ആ ഒരു രീതിയിലായിരിക്കും ഇതിന്റെ ഡെൻസിറ്റി, അതായത് തീവ്രത കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങള്. പിന്നെ സൗണ്ടിലെ നേരിയ വ്യത്യാസവും ശ്വാസതടസ്സവും ഒക്കെ എന്താണ് ഇതിന്റെ തീവ്രത കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിംറ്റംസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ പ്രൈമറി സിംറ്റംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ സാധാരണഗതിയിൽ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഡിഫ്തീരിയ ഉണ്ടാകുന്നത്. ഓക്കെ, 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഉണ്ടാകുന്നത്. പക്ഷെ കുട്ടികൾക്കുണ്ടെങ്കിൽ അത് മുതിർന്നവരിലേക്കും സ്പ്രെഡ് ചെയ്യാം. കുട്ടികൾക്കുണ്ടെങ്കിൽ മുതിർന്നവരിലേക്കും സ്പ്രെഡ് ചെയ്യാം. പിന്നെ പ്രോപ്പർ വാക്സിനേഷൻ എടുത്ത കുട്ടികൾക്കാണെങ്കിൽ ഒരു പരിധി വരെ ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും, രോഗം വരാതെ നോക്കാനായിട്ട് സാധിക്കും. പിന്നെ 90 to 95% ഇതിനെ പ്രിവെന്റ് ചെയ്യുന്ന വാക്സിൻ ആണ് DPT വാക്സിൻ കേട്ടോ. DPT കേട്ടിട്ടുണ്ടോ? അപ്പൊ 90 to 95% വരെ ഇതിനെ പ്രിവെന്റ് ചെയ്യുന്ന വാക്സിൻ ആണ് DPT വാക്സിൻ. പിന്നെ ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതായത് ഈ രോഗം വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന മരണനിരക്ക് വളരെ കൂടുതലാണ്. മറ്റു രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് ഹൈ ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്സിൻ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ധാരാളം. അതായത് വളരെ കൂടുതലായിട്ടുള്ള രോഗികൾക്കൊക്കെ ആണെങ്കിൽ ന്യൂമോണിയ പിടിപെട്ടിട്ടൊക്കെ ആയിരിക്കും മരണം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് DPT വാക്സിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, എന്താണ് DPT വാക്സിൻ? ഡിഫ്തീരിയ, പെട്രോസിസ്, ടെറ്റനസ്. അതായത് 3 രോഗങ്ങൾക്കുമെതിരെ നൽകുന്ന ഒരൊറ്റ ഡോസ് ആണത് DTP വാക്സിൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരു വാക്സിൻ ആണ് കേട്ടോ. അതായത് ഡിഫ്തീരിയയ്ക്കും പെർട്ടൂസിസിനും ടെറ്റനസിനുമായിട്ട് കൊടുക്കുന്ന വാക്സിൻസ് ആണത് DPT വാക്സിൻ എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാല് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞിട്ട്, അതായത് 6th വീക്ക്, 10th വീക്ക്, 14th വീക്ക്, ഈ 3 ആഴ്ചകളിലായിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഈ വാക്സിൻ കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ? 6th വീക്ക്, 10th വീക്ക് ആൻഡ് ലാസ്റ്റ് 14th വീക്ക്. അപ്പൊ ഈ 3 വീക്കിലുമായിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ ഓരോ ഡോസ് കൊടുക്കും കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് DPTയുടെ പ്രൈമറി ഡോസ്. ഓക്കെ, അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഈ 3 ആഴ്ചകളിലായിട്ട് DPT വാക്സിന്റെ ഓരോ ഡോസ് കൊടുക്കുന്നതാണ്. ഈ 3നെയും പറയുന്നതാണ് എന്ത്? DPT പ്രൈമറി ഡോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇപ്പൊ മാം അതിന് പകരമാണോ പെന്റാവാലന്റ്? ഇപ്പൊ അതിന് പകരമാണ് പെന്റാവാലന്റ് കൊടുക്കുന്നത് കേട്ടോ. ആദ്യമൊക്കെ ഇതായിരുന്നു കൊടുത്തിരുന്നത്, ഇപ്പൊ പെന്റാവാലന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, പെന്റാവാലന്റ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ മിസ്? എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല. പെന്റാവാലന്റ് ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ആദ്യ കാലങ്ങളിലൊക്കെ ഇതായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രൈമറി ഡോസ് കൊടുത്തതിന് ശേഷമാണ് പിന്നീട് ബൂസ്റ്റർ ഡോസ് കൊടുക്കുക. ബൂസ്റ്റർ ഡോസ്, അതായത് DPTയുടെ ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നത് കുട്ടിക്ക് 1.5 വയസ്സിനും 2 വയസ്സിനും ഇടയിൽ കൊടുക്കും. അതുപോലെ തന്നെ 4 വയസ്സിനും 5 വയസ്സിനും ഇടയിൽ കൊടുക്കാറുണ്ട്. പിന്നെ 12 to 14 വയസ്സ് ആ ഒരു സമയത്തും എന്ത് കൊടുക്കുന്നുണ്ട്? DPTയുടെ ബൂസ്റ്റർ ഡോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് DPTയുടെ ഒരു വാക്സിൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോ പറഞ്ഞു, നേരത്തെ അപർണ മിസ് പറഞ്ഞല്ലോ പെന്റാവാലന്റ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അതാണ്. പിന്നെ ഡിഫ്തീരിയ കേസുകള് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട്, അത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ മലപ്പുറം പോലുള്ള ജില്ലകള്,
ഇവിടെ നമുക്ക് 2019 വരെ ഉണ്ടായിരുന്നു. അതായത് ഒരു മലപ്പുറം ജില്ലയില് ഒരു വീട്ടിലെ 5 പേര് ഡിഫ്തീരിയയെ ബാധിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടായിരുന്നോ നിങ്ങൾ 2019 വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, കേട്ടിട്ടില്ല. ആരും കേട്ടിട്ടില്ല. ഓക്കെ. അപ്പോ ഡിഫ്തീരിയ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അവിടെ എന്താ പറയാ 10 വർഷം കൂടുമ്പോൾ ആളുകൾക്ക് DT വാക്സിൻ കൊടുക്കാറുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഈ DT മാത്രം പെർട്ടുസിസിന് കൊടുക്കുന്നില്ല, ഡിഫ്തീരിയക്കും ടെറ്റനസിനുമായിട്ടുള്ള ഒരു ഡോസ് എന്ത് ചെയ്യുന്നു അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കാറുണ്ട്, ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തൊണ്ടയിലെ സ്വാബ് അഥവാ സ്രവം എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, ഇതിന് ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യും. അത് IV ആയിട്ടോ IM ആയിട്ടോ ഒക്കെയാണ് എന്ത് ചെയ്യുക രോഗികൾക്ക് കൊടുക്കുക. പിന്നെ നമ്മള് സാധാരണയായിട്ട് ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡിഫ്തീരിയ രോഗിയുമായി നമ്മൾ ഇന്ററാക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അതായത് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുവാണെന്ന് വിചാരിക്കുക. ആ ബർത്ത്ഡേ ഫംഗ്ഷനിലെ മെയിൻ അതായത് ബർത്ത്ഡേ ബോയ് എന്ന് പറയുന്നത് ഡിഫ്തീരിയ ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ ഇതുവരെ ആ കുട്ടിക്ക് യാതൊരു ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ആ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പോയി ആ കുട്ടിയുമായിട്ട് ഇന്ററാക്ട് ചെയ്തു. പിറ്റേ ദിവസമാണ് അറിയുന്നത് ആ കുട്ടിയെ എന്താണ് അസുഖമായിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ എന്ത് വരും? കുട്ടിക്ക് ഡിഫ്തീരിയ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുകയും ചെയ്തു. എന്തുണ്ടാവും? പേടി ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ആ. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ എറിത്രോസയാം എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്. അത് 10 ദിവസം കഴിച്ചു കഴിഞ്ഞാല് എന്താണ് ഒരു പരിധി വരെ നമുക്ക് ഡിഫ്തീരിയയെ പ്രിവെന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഡോക്ടേഴ്സിന്റെ അഡ്വൈസോട് കൂടി എന്ത് ചെയ്യാം, ആ മരുന്ന് നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ കഴിക്കരുത് കേട്ടോ. അത് കൃത്യമായിട്ട് ഡോക്ടേഴ്സിന്റെ അഡ്വൈസോട് കൂടിയിട്ടാണ്, ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു മരുന്നിനെ കുറിച്ച്. അതായത് നമ്മൾ പെട്ടെന്ന് ഒരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എങ്ങാനും ബാക്ടീരിയ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മരുന്നുകൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ഡിഫ്തീരിയയെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയോ ഡിഫ്തീരിയ? ആ മരുന്നിന്റെ പേരൊന്നും കൂടെ പറയാം മാഡം. എന്റെ പേരാണോ? എന്റെ ക്ലാസ്സിൽ കേട്ടിട്ടില്ല. അല്ല, മരുന്നിന്റെ പേര്. മരുന്നിന്റെ പേരോ? എറിത്രോസയാമിൻ. എറിത്രോസയാമിൻ ചിരിക്കാനുണ്ട്. എറിത്രോസയാമിൻ കേട്ടോ. ഓക്കെ. അപ്പൊ ഒന്ന് പറഞ്ഞ ഡിഫ്തീരിയയെ കുറിച്ച് ഒരാള്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഞാൻ പറയാം. അർച്ചന പറഞ്ഞു. ഡിഫ്തീരിയ അഥവാ കില്ലർ ഡിസീസ് അല്ലെങ്കിൽ തൊണ്ടമുള്ള് ബാക്ടീരിയ ആണ് ഡിഫ്തീരിയ ഉണ്ടാക്കുന്നത്. കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഡിഫ്തീരിയ ഉണ്ടാക്കുന്നത്. ക്ലോസ് കോണ്ടാക്ട് വഴി ആണ് ഈ രോഗം പകരുന്നത്. രോഗിയുടെ കർച്ചീഫ്, പാത്രം അതുപോലുള്ളതൊക്കെ ഉപയോഗിക്കുമ്പോൾ രോഗം പകരാം. പിന്നെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഉണ്ടാകുന്ന ഡ്രോപ്സ് വഴിയൊക്കെ പകരാം. ഡിഫ്തീരിയ ബാക്ടീരിയ പുറത്തുവിടുന്ന ടോക്സിൻ ആണ് ഇതിന് കാരണമാകുന്നത്. ത്രോട്ട് മെംബ്രെയിനിൽ ഒരു വെള്ള പാട പോലെ ഉണ്ടാവും. പിന്നെ തൊണ്ടയിലെ സ്രവം എടുത്തിട്ടാണ് ഇത് കൺഫേം ചെയ്യുന്നത്. സിംറ്റംസ് തലവേദന, ഛർദി, ഹാർട്ട് ബീറ്റ് റേറ്റ് വ്യത്യാസം. പിന്നെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് കൂടുതലും ഇത് കാണുന്നത്. ഈ കുട്ടികൾക്ക് ഉണ്ടായാൽ തന്നെ വലിയവർക്കും ഉണ്ടാകാം. പിന്നെ അതിലുണ്ടാകുന്ന വാക്സിൻ DPT വാക്സിൻ ഇപ്പൊ കൂടുതലായിട്ടും പെന്റാവാലന്റ് വാക്സിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മരണനിരക്ക് കൂടുതലാണ് വന്നു കഴിഞ്ഞാൽ തന്നെ. DPT വാക്സിനില് ഡിഫ്തീരിയ, പിന്നെ അതിന്റെ പേരെന്നിട്ടാ എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. PERTUSSIS പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ് 3 കൂട്ടിയുള്ള വാക്സിനാണ് DPTയിൽ തരണത്. പിന്നെ എറിത്രോസയാമിനാണ് ഇതിന് കൊടുക്കുന്ന
പ്രതിരോധിക്കാൻ കൊടുക്കണ മരുന്ന്. ചോദിക്കാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻഫാക്ട് ഒരു കുട്ടിയുമായിട്ട് നമ്മൾ ഇടപെട്ടു, ഡിഫ്തീരിയ ഉള്ള ആളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലാണ്ട് വെറുതെ എടുത്ത് കഴിക്കാനായിട്ട് പാടില്ല. പിന്നെ ഡോക്ടറിന്റെ അഡ്വൈസോട് കൂടിയിട്ട് വേണം ഇത് കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം ചില രോഗികൾക്ക് ഇത് പറ്റില്ല, ചില ആളുകൾക്ക് ഹെൽത്ത് വൈസ് ചില ആളുകൾ ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ പ്രത്യേകിച്ച് ഡോക്ടേഴ്സിന്റെ അഡ്വൈസോട് കൂടിയിട്ടാണ് ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നത്. അങ്ങനെ ഡോക്ടേഴ്സ് ഈ ഒരു ടാബ്ലറ്റ് ആണ് അഡ്വൈസ് ചെയ്യാറുള്ളത് കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് ഡിഫ്തീരിയയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഡിഫ്തീരിയ. ഇനി നമുക്ക് അടുത്തത് നമ്മൾ പോകുന്നത് പെർട്ടൂസിസിലേക്കാണ്. പെർട്ടൂസിസിനെ കുറിച്ച് അറിയാമോ? ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയാം. അപർണ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. പെർട്ടൂസിസ്, വൂഫിംഗ് കഫ്, വില്ലൻ ചുമ, 100 days of കഫ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗമാണ്. ഇത് ഡ്രോപ്ലെറ്റിലൂടെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇതൊരു ഹൈലി കണ്ടാജിയസ് ബാക്ടീരിയൽ ഡിസീസസ് ആണ്. ഇത് സ്പ്രെഡ് ചെയ്യിക്കുന്ന ബാക്ടീരിയ എന്ന് വെച്ചാൽ ബോർഡിറ്റല്ല പെർട്ടൂസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ വഴി വരുന്നത് കൊണ്ടാണ് ഇതിന് പെർട്ടൂസിസ് എന്ന പേര് വന്നത്. ഇതിന്റെ സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പ് കഫ് ആയിരിക്കും. നോൺ സ്റ്റോപ്പ് കഫ് ഉള്ളത് കൊണ്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ആള് വളരെ വീക്ക് ആകും, വോമിറ്റിംഗ് ഉണ്ടാകും. ഇതിന് പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസൊലേഷൻ ആണ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിനെ ഐസൊലേറ്റ് ചെയ്യുകയാണ് ഇതിനുള്ള പ്രിവെൻഷൻ. പിന്നെ നമുക്ക് മാസ്ക് പ്രൊവൈഡ് ചെയ്യാം. ഇതിന് കൊടുക്കുന്ന വാക്സിൻ എന്ന് വെച്ചാൽ DPT ആണ്. പണ്ട് കൊടുത്തിരുന്നത് DPT ആണ്, ഇപ്പോൾ പെന്റാവാലന്റൈൻ വാക്സിൻ ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പൊ പെർട്ടൂസിസ് അഥവാ വൂഫിംഗ് കഫ് എന്നാണ് പറയുന്നത്. ഇത് സാധാരണയായിട്ട് കുട്ടികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കേട്ടോ. ആരിലാണ്? കുട്ടികളില്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100 ദിവസത്തെ ചുമ അഥവാ 100 days of കഫ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ചുമയിൽ തുടങ്ങി പിന്നെ വളരെ വലിയ രീതിയിൽ നിർത്താതെ ചുമയ്ക്കുകയും ഒടുവിൽ ചുമച്ച് ഛർദ്ദിക്കുകയും ചെയ്തു. ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ യൂട്യൂബ് ഒക്കെ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി, എങ്ങനെയാണ് കുട്ടി ചുമയ്ക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ചെറിയ രീതിയിലായിരിക്കും എന്ത് തുടങ്ങുക, ചുമ തുടങ്ങുക. പിന്നെ വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യും, നിർത്താതെ ചുമയ്ക്കുകയും അവസാനം ചുമച്ച് ഛർദ്ദിക്കുകയും ചെയ്യുന്നു. ഓക്കെ, പിന്നെ ബോർഡെല്ല പെർട്ടൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ ഒരു രോഗം ഉണ്ടാക്കുന്നത്, ബോർഡെല്ല പെർട്ടൂസിസ്. പിന്നെ അതോടൊപ്പം തന്നെ നേരിയ പനി ഇതിന്റെ കൂടെ വരുന്ന ഒരു സിംറ്റം ആണ്. പിന്നെ മൂക്കൊലിപ്പ് ഉണ്ടാവുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വലിയ രീതിയിൽ ഒച്ചയുണ്ടാവുന്നു. നമുക്ക് ശ്വാസം മുട്ടൊക്കെ വരുന്ന സമയത്ത്, ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഒരു വിസിലടി പോലുള്ള ഒരു ശബ്ദം ഉണ്ടാവില്ലേ? കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും ശ്വാസം മുട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ശ്വാസം മുട്ടുന്ന സമയത്ത് വിസിലടി പോലെ എന്ത് ചെയ്യുന്നുണ്ടാവും, ശബ്ദം വരും നമ്മൾ ശ്വാസം എടുക്കുമ്പോ. ഓക്കെ, വിസിലൂതുന്ന പോലെ. അപ്പോ ആ ഒരു രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു ഒച്ച ഈ സമയത്ത് ഉണ്ടാകും. പിന്നെ ശരീരത്തിന് നേരിയ രീതിയിൽ നീല നിറം കാണാനായിട്ട് സാധിക്കും. നീല കളറിലായിരിക്കും ശരീരം ഉണ്ടായിരിക്കുക. പിന്നെ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് വന്നു കഴിഞ്ഞാല് കഠിനമാകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കറിയാം ചെറിയ കുഞ്ഞുങ്ങളായാൽ പോലും, അതായത് 5 വയസ്സ് above 5 years ഉള്ള കുഞ്ഞുങ്ങളായാൽ പോലും നമുക്കറിയാം ഈ ചുമ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും ചുമ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ? സാധാരണ ഒരു പനിയേക്കാളും മറ്റേതൊരു രോഗത്തെക്കാളും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമുക്ക്? മറ്റൊരാളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും വർത്താനം പറയാൻ പറ്റില്ല, എപ്പോഴും ശ്വാസം ഭയങ്കര ബുദ്ധിമുട്ട്, ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട്, എന്തോ ഭാരം നെഞ്ചിൽ കയറ്റി വെച്ച പോലുള്ള ഒരു അനുഭവം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് മുതിർന്നവർക്ക് വന്നാലും കുട്ടികൾക്ക് വന്നാലും നമുക്കിത് കണ്ടു നിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം കഠിനമാകാൻ സാധ്യതയുണ്ട്? ആണോ? നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുമോ? 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏറ്റവും ഇത് സഹിക്കോ? ഇല്ല. ഓക്കെ, അപ്പോ
1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ ഇത് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ കഠിനമാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ചുമയുടെ കാഠിന്യം, അതായത് നിർത്താതെ ചുമച്ചുകൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുമ്പോൾ തലച്ചോറിൽ, അതായത് ഈ ചുമയുടെ ആ ഒരു തീവ്രത കൊണ്ട് തലച്ചോറിൽ ബ്ലീഡിംഗ് ഉണ്ടാകുകയും അതുമൂലം രോഗം മറ്റ് ഭാഗങ്ങളിലേക്ക് ബാധിക്കുകയും മാരകമാവുകയും ചെയ്യും. ഓക്കെ, അപ്പോ ചുമ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരാളിങ്ങനെ ചുമച്ചുകൊണ്ടൊരിക്കലും മരിക്കില്ല, അല്ലെ? ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് മരിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഈ ചുമയുടെ തീവ്രത കൊണ്ട് തലച്ചോറിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയും അത് മറ്റവയവങ്ങളിലേക്ക് ബാധിക്കുകയും ചെയ്താലാണ് രോഗി മരണപ്പെട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു സിംറ്റമാണ് കണ്ണില് അതുപോലെ തന്നെ സ്കിന്നിന്റെ പുറത്തായിട്ടൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാവും, ചോര വന്നുകൊണ്ടിരിക്കും. അതായത് ഈ ചുമയുടെ തീവ്രത കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ന്യൂമോതൊറാക്സ് എന്ന് പറയും അതിനെ. കണ്ണിലും തൊലിപ്പുറമേയുള്ള രക്തസ്രാവം കേട്ടോ. പിന്നെ രോഗി ഇത് കൂടുതൽ കഠിനമായി കഴിഞ്ഞാൽ, രോഗം ഭയങ്കരമായിട്ട് മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാല് രോഗിയെ ഐസൊലേഷൻ അഥവാ വെന്റിലേറ്റർ ചികിത്സയിലേക്കാണ് രോഗിയെ മാറ്റുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡ്രോപ്ലെറ്റ്സിലൂടെയാണ്, അതായത് രോഗി മൂക്ക് ചീറ്റുമ്പോഴും അതുപോലെ തന്നെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ തെറിക്കുന്ന ചെറുകണികകളിലൂടെയാണ് എന്ത് പകരുന്നത്, രോഗം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ പെർട്ടൂസിസ് എന്ന് പറയുന്ന രോഗം കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്നത് താഴ്ന്ന നിലവാരമുള്ള ചേരി പ്രദേശങ്ങളിൽ അഥവാ സ്ട്രീറ്റ് ഏരിയാസിലാണ്. കണ്ടിട്ടില്ലേ നമ്മള്? നമ്മുടെ കേരളത്തിൽ അങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇന്ത്യയില് ധാരാളം ചേരി പ്രദേശങ്ങളുണ്ട്, അല്ലെ? ധാരാളം സ്ട്രീറ്റ് ഏരിയാസ് ഇല്ലേ? നമ്മൾ ബീഹാറിൽ പോയി കഴിഞ്ഞാലും UP-യിൽ പോയി കഴിഞ്ഞാലൊക്കെ ധാരാളം തെരുവുകൾ കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അറിയെങ്കിലും ഉണ്ടാവില്ലേ? ചേരി പ്രദേശങ്ങളില്ലേ? ഉണ്ട്. അപ്പൊ ഈ താഴ്ന്ന നിലവാരത്തിലുള്ള ചേരി പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം അവിടെ ഹൈജീൻ ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ അല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ ഉള്ള വാട്ടർ അല്ല കുടിക്കുന്നത് കുട്ടികള്, നല്ല രീതിയിലുള്ള ഭക്ഷണമല്ല, വളരെ അൺഹൈജീനിക് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് അവര് ടേക്ക് ചെയ്യുക. അപ്പോ അത്തരത്തിലുള്ള പ്രദേശങ്ങളിലാണ് ഈ പെർട്ടൂസിസ് എന്ന് പറയുന്ന രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ ബാക്ടീരിയ, ബോർഡല്ല പെർട്ടൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉള്ളിൽ പ്രവേശിച്ച് 7 തുടങ്ങി 14 ദിവസം വരെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രോഗം തീവ്രമാകാനുള്ള ചാൻസ് കൂടുതൽ എന്ന് പറയുന്നത് 7 to 14 ഡേയ്സിനുള്ളിലാണ്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ബാക്ടീരിയ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാല് സാധാരണ ഉള്ളിലേട്ടല്ല പോകുന്നത്, ഇത് മൂക്ക് മുതല് നമ്മുടെ ശ്വാസനാളി വരെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പൊ ഒന്ന് ഓർത്തു നോക്കി നിങ്ങൾ, എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ വെറുതെ അല്ല എന്ത് ചെയ്യുന്നത്, ഈ ചുമ ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ മൂക്ക് തുടങ്ങി നമ്മുടെ ശ്വാസനാളി ഉണ്ടല്ലോ, ഉള്ളിലെ ലങ്സ് ഉണ്ടല്ലോ, അതുവരെ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഈ ബാക്ടീരിയ അതായത് പെരുകി പറ്റിപ്പിടിച്ച് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ ഈ ഒരു രോഗത്തിന്റെ കാഠിന്യം ഇത്രയധികം ആകാനായിട്ട് കാരണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ചുമ ഉണ്ടാകും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജില് പനി, ജലദോഷം പോലുള്ള സിംറ്റംസോട് കൂടിയിട്ടായിരിക്കും ഇത് വരുന്നത്. സെക്കൻഡ് സ്റ്റേജിലാണ് ചുമ വരുന്നത്. തേർഡ് സ്റ്റേജ് ആവുമ്പോൾ ശരീരത്തിൽ ചുവന്ന പാടുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഇത് പെർട്ടൂസിസ് ആണെന്ന്. ഓക്കെ, പിന്നെ സാധാരണയായിട്ട് തൊണ്ടയിൽ നിന്നുള്ള സ്രവം അല്ലെങ്കിൽ സ്വാബ് എടുത്തിട്ടാണ് ഇതിനെ ടെസ്റ്റിന് അയക്കുക, ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പെന്റാവാലന്റ് ആണ് ഇപ്പൊ കൊടുക്കുന്നത്. ആദ്യം DPT കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ കുട്ടികളിലാണെങ്കിൽ DPT വാക്സിൻ ആയിരുന്നു മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മുതിർന്നവർക്ക് കൊടുക്കുമ്പോൾ അത് TDAP ആകും. കുട്ടികളുടെ 2 വാക്സിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക, DPT വാക്സിൻ. ഓക്കെ, രണ്ടാമത്തത്
ഡി ടാപ്പ് എന്ന് പറയുന്ന വാക്സിൻ. ഡി ടാപ്പ് കേട്ടോ, DTAP, ഡി ടാപ്പ്. ഈ 2 വാക്സിൻ ആണ് മുമ്പ് കൊടുത്തിരുന്നത്. ഇപ്പൊ അതിന് പകരം പെന്റാവാലന്റ് ആണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ മുതിർന്നവരില് ഈ ഒരു പെർട്ടൂസിനെതിരെ കൊടുക്കുന്ന വാക്സിൻ ആണ് ടി ടാപ്പ്. നേരത്തെ പറഞ്ഞത് ഡി ടാപ്പ് ആണ്, അത് തിരിച്ചിട്ടാ മതി, ടി ടാപ്പ്. ഓക്കെ, ക്ലിയർ ആണോ? ഡി ടാപ്പ് ഡി ടാപ്പ് കുട്ടികളിൽ കൊടുക്കുന്നു, ടി ടാപ്പ് മുതിർന്നവരിൽ കൊടുക്കുന്നു. അത് ഗർഭിണി ആയിരിക്കുമ്പോ എടുക്കുന്നതാണ്. ഏതാണ്? ഇതിനെതിരെയുള്ള വാക്സിൻ ആണ്, ഈ ഒരു പെർട്ടൂസിനുള്ള എതിരെയുള്ള വാക്സിൻ ആണ് കേട്ടോ. ഒന്നുകൂടി പറയാം മിസ്സേ, ഡി ടാപ്പും ടി ടാപ്പാണോ? അതായത് ആദ്യം നമ്മൾ പറഞ്ഞു DPT കൊടുക്കുന്നെന്ന് പറഞ്ഞു, അതിന് പകരം ഇപ്പൊ പെന്റാവാലന്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ കുട്ടികളിൽ കൊടുക്കുന്നതാണ് ഡി ടാപ്പ്. DTAP, നമ്മുടെ ടാപ്പ് ഉണ്ടല്ലോ വെള്ളം വരുന്ന, ഡി എഴുതുക, ഡോളിന്റെ ഡി എഴുതുക, TAP ടാപ്പ് ഇടുക. പിന്നെ അത് നേരെ നമ്മൾ തിരിച്ചിടുന്നു. ആദ്യം ടി എഴുതുന്നു, പിന്നെ DAP എഴുതുന്നു. ടി ടാപ്പ്, അത് മുതിർന്നവരിൽ കേട്ടോ. മാം, ഈ കണ്ണിൽ നിന്ന് സ്കിന്നിൽ നിന്നും ബ്ലഡ് വരുന്ന കണ്ടീഷൻ എന്താ പറയുന്നത്? ന്യൂമോതൊറാക്സ് കേട്ടോ, ന്യൂമോതൊറാക്സ്. NUEMOTHORAX, ന്യൂമോതൊറാക്സ്. പി വേണം കേട്ടോ, പി വേണം, പി സൈലന്റ് ആണ്. നമ്മൾ ന്യൂമോണിയ എഴുതില്ലേ, അതുപോലെ തന്നെ ന്യൂമോതൊറാക്സ്. മാം, ഈ ഡീറ്റെയിൽസ് നമ്മുടെ ടെക്സ്റ്റിലുണ്ടോ? എന്താ ഈ ഡീറ്റെയിൽസ് മാം ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണോ? അല്ല 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 കേട്ടോ. മിസ്സേ ഒരു മിനിറ്റ്, കുട്ടികള് ഡി ടാപ്പ്. ഡി ടാപ്പ് കുട്ടികളിലാണ്, ടി ടാപ്പ് ആണ് മുതിർന്നവരിൽ കൊടുക്കുന്നത് കേട്ടോ. ജി ആണോ? ജി ടി, നമ്മുടെ ടാപ്പിന്റെ ടി ഇല്ലേ, നേരത്തെ പറഞ്ഞില്ല, തിരിച്ചിട്ടാ മതി. ആദ്യം പറഞ്ഞില്ലേ ഡി ടാപ്പ്, അതിനെ തിരിച്ചിട്ടാ മതി. അത് ക്ലിയർ ആവുന്നു. ഡി ടാപ്പ് ആൻഡ് പി ടാപ്പ് ആണോ? അതൊന്നൊക്കെ ആരെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്തേ, ഇവിടെ ചെയ്തിട്ടുണ്ട്. ടി ടാപ്പ് അല്ല കേട്ടോ, ടി ഡാപ്പാണ്, ഡാപ്പ്. ഞാൻ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക്, ഈ കൺഫ്യൂഷൻ വേണ്ട. കാണുന്നുണ്ടോ? കണ്ടോ? വ്യത്യാസം കണ്ടോ? മെസ്സേജ് ബോക്സ് ഒന്ന് നോക്കിയേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ? പെർട്ടൂസിസ് ഓക്കെ ആണ്? മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ. നമ്മൾ ഈ ബ്ലീഡിങ്ങിന്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ നമ്മുടെ കൗണ്ടിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ? വ്യത്യാസം ഉണ്ടാവും. ചുമയാണല്ലോ, എന്തായാലും വ്യത്യാസം ഉണ്ടാവും. കൗണ്ടിലും ESRലൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ സാധാരണ എങ്ങനെയാണോ
കഴിഞ്ഞ ദിവസേ ഞങ്ങളുടെ അടുത്തൊരു സ്കൂളുണ്ട്. അവിടെ ഒരു കുട്ടിക്ക് ഇതേപോലെ പെട്ടെന്ന് അങ്ങ് വയ്യാണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ അവൻ വീട്ടിൽ ചെന്നപ്പോ ഇങ്ങനെ സ്കിന്നിലൊക്കെ ഇങ്ങനെ റെഡ് പാടുകൾ ഇങ്ങനെ വന്ന പോലെ, ബ്ലഡ് ഇങ്ങനെ മുകളിലേക്ക് എടുക്കണ പോലെ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ആദ്യം എല്ലാരും വിചാരിച്ചു വല്ലതും കടിച്ചതോ അല്ലെങ്കിൽ പാമ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ കുട്ടീനെ പെട്ടെന്ന് അങ്ങ് അഡ്മിറ്റ് ആക്കി. അഡ്മിറ്റ് ആക്കിയപ്പോ കൗണ്ട് അങ്ങ് വല്ലാണ്ട് കുറഞ്ഞു പോയി ഇത്രേ. അതായത് വെറും 10,000-ത്തിലൊക്കെ എത്തി. അതോടുകൂടി ഡോക്ടർമാര് പറഞ്ഞു കുഞ്ഞിനെ ആരും കാണാനോ, ഇതെന്തോ വളരെ കുറച്ച് കുട്ടികൾക്കൊക്കെ വരുന്ന അസുഖമാണ്. നമുക്ക് അതിന്റെ പേരൊന്നും അറിയില്ല കേട്ടോ, അവരതൊന്നും പുറത്ത് വിട്ടില്ല. പിന്നെ കുട്ടീനെ കുറച്ചധികം ദിവസം അവിടെ കിടത്തി. പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു. നല്ല പൈസയുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്തത്, 25,000 അങ്ങനെയൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ കൊണ്ടുവന്നിട്ടും നമ്മൾ ആരെയും കാണിക്കണ്ടായിരുന്നില്ല. കുട്ടീനെ മാത്രം ഒരു ഐസൊലേഷൻ പോലെ ഇങ്ങനെ കിടത്തിയിട്ട് എല്ലാവരും സാനിറ്റൈസ് ഒക്കെ ചെയ്ത് മാസ്ക് വെച്ചിട്ടൊക്കെ വേണം, പിന്നെ ആരെയും കാണിക്കാൻ പാടില്ല, അങ്ങനെ ഒരു രീതി പറഞ്ഞായിരുന്നു. അപ്പൊ അത് എന്താണ് അസുഖം എനിക്കും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഞാൻ ആരോടും ചോദിച്ചിട്ട് ആർക്കും അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇതാണ് ലക്ഷണങ്ങൾ. ഇപ്പോ മിസ് പറഞ്ഞ മാതിരി ഇങ്ങനെയാണ് കാണിച്ചിരുന്നത്. പക്ഷെ ചുമയോ മറ്റോ ഉണ്ടായിരുന്നോന്നും അറിയില്ലായിരുന്നു. അറിയില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അത് വേറെ കണ്ടീഷനിലും ഉണ്ടാവും. ന്യൂമോതൊറാക്സ് ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങള്. വേറെ ഇതുമായിട്ട് അത് ബന്ധപ്പെട്ട് വരാം. പെർട്ടുസിസിന്റെ ഭയങ്കരമായിട്ട് തീവ്ര അവസ്ഥയിലാണ് ഈ ഒരു സിംറ്റംസ് വരുന്നത് കേട്ടോ. ചുമയൊക്കെ കൂടി കൂടി ഭയങ്കര ബുദ്ധിമുട്ടാകുമ്പോഴാണ് ഇത് ഫൈനൽ സ്റ്റേജിലാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവുക. ഓക്കെ, ന്യൂമോതൊറാക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ. അത് മറ്റ് അസുഖങ്ങൾക്കും വരാം. ന്യൂമോതൊറാക്സ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് ടെറ്റനസിലേക്ക് പോകാം. ടെറ്റനസ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരുവിധം അറിയാവുന്ന കാര്യമാണ് അല്ലെ? എന്താണ് ടെറ്റനസ്? ടെറ്റനസിനെ കുറിച്ച് പറയൂ. ഇഞ്ചുറി ഉണ്ടാകുമ്പോ അതിൽ കൂടെ ജെംസ് ബോഡിയിലോട്ട് എൻറ്റർ ആയി നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന ടെറ്റനസ്. നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന അല്ലെ? ഹൈ ടെമ്പറേച്ചർ, സ്വെറ്റിംഗ്, റാപ്പിഡ് ഹാർട്ട് ബീറ്റ്, ട്രക്കികാർഡിയ ആ ഒരു കണ്ടീഷൻ, പിന്നെ ഹൈ ബ്ലഡ് പ്രഷർ, പിന്നെ മസിൽസിനുള്ള ഇൻഡിഫറൻസ് ഒക്കെയാണ് അതിന്റെ സിംറ്റംസ്. ബാക്ടീരിയ, നമ്മൾ കൗഡെങ്കിലും ഹോസ്റ്റെങ്കിലും ഒക്കെ കാണുന്ന ബാക്ടീരിയ ആണ് മെയിനായിട്ടും ഇത് എഫക്ട് ചെയ്യുന്നത്. പിന്നെ ലോക്ക് ജോ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് ടെറ്റനസിനെ. ഓക്കെ, പിന്നെ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ടെറ്റനസിനെ കുറിച്ച്? പറയൂ, നിങ്ങൾ പഠിച്ചതല്ലേ? വേറെ ആരെങ്കിലും പറയൂ. അർച്ചന, എന്താണ് ടെറ്റനസ്? ഞാൻ ഓട്ടോറൊന്നും എഴുതാറില്ല മിസ്സേ. നല്ല കുട്ടി, നോട്ടൊന്നും എഴുതിയെടുക്കാറില്ല. ഓക്കെ, പിന്നെ വേറെ ആരാണ്? ടീന, എന്താണ് ടെറ്റനസ്? ടെറ്റനസ് എന്താ അറിയില്ല? ടെറ്റനസ് ആർക്കെങ്കിലും റിപ്പോർട്ട് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട് സർക്കിളിലുള്ള ആർക്കോ ആർക്കെങ്കിലും വന്നതായിട്ട് വല്ല പിടിയുണ്ടോ? ഓർമ്മയുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല? ഓക്കെ, അപ്പോ ആദ്യം തന്നെ ഞാനേ കുഞ്ഞുങ്ങളുടെ അടുത്തായിരുന്നു. ടെറ്റനസ് ഒരു ഇൻഫെക്ഷൻ ആണ് മാം. അത് വൂണ്ട് നമ്മളെ എന്താ വൂണ്ടിൽ കൂടിയാണ് എൻറ്റർ ചെയ്യുക. പിന്നെ നമ്മളിപ്പം വീഴുമ്പോഴും എന്തെങ്കിലും കൊണ്ട് മുറിയുമ്പോഴൊക്കെ തുരുമ്പൊക്കെ ഉള്ള എന്താ ഡസ്റ്റി ആയിട്ടുള്ള ഏരിയയിൽ നിന്നൊക്കെ ആണ് ഇഞ്ചുറി വരുന്നുണ്ടെങ്കിൽ ഈസിലി ഇൻഫെക്ഷൻ നമ്മളിലേക്ക് എൻറ്റർ ആവും. അപ്പം അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇഞ്ചക്ഷൻസ് എടുക്കുന്നു. എനിക്കറിയാം. ടെറ്റനസ് എന്ന് പറഞ്ഞാല് അതിനെ നമ്മള് പണ്ട് കാലത്ത് ആളുകളൊക്കെ വിളിച്ചിരുന്ന പേരാണ് കുതിരസന്നി. കേട്ടിട്ടുണ്ടോ? കുതിരസന്നി കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ട പോലെ തോന്നുന്നുണ്ടോ?
കുതിരസനി എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. അപ്പൊ ടെറ്റനസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് ഒരു ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയയുടെ പേരാണ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഒന്നുകൂടി പറഞ്ഞ പേര് പറയാമോ? ഒരാള് പേര് പറഞ്ഞേ. ക്ലോസ്ട്രിഡിയം ടെറ്റനസ്. ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ഇത് സാധാരണയായിട്ട് മണ്ണിലൊക്കെ കാണപ്പെടുന്ന രോഗാണുവാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, അതായത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കുതിര, പശു അവരുടെയൊക്കെ ചാണകത്തിലൊക്കെ ഈ ഒരു ബാക്ടീരിയ ഉണ്ടാകും. കൂടാതെ മണ്ണിലും ഈ ഒരു ബാക്ടീരിയ കൂടുതലായിട്ട് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ചെളിയിലൊക്കെ കളിക്കുന്ന സമയത്ത്, ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ മണ്ണിലൊക്കെ കളിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഇപ്പൊ കാലിലോ കയ്യിലോ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിലൂടെ ഈ രോഗാണു ഉള്ളിലേക്ക് പ്രവേശിക്കും. അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഇവന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതെന്ന്? കുഞ്ഞുങ്ങളെ നമ്മൾ കളിക്കാനൊക്കെ വിടുമ്പോ ചെളിയിലൊക്കെ കളിക്കുന്ന സമയത്താണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് പ്രത്യേകിച്ച് മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ രോഗാണു ഉള്ളിലേക്ക് പോകാം. ഓക്കെ, ഇനി ഈ രോഗാണു ഉള്ളിൽ പ്രവേശിച്ച് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതായത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് മാംസപേശികൾ, നമ്മുടെ മസിൽസ് ഒക്കെ വലിഞ്ഞു മുറുകി ചലിക്കാൻ പറ്റാതെ വരാം. ഓക്കെ, പ്രത്യേകിച്ചും നമ്മുടെ ഫേസിലെ മുഖത്തെ മസിൽസ് അല്ലെങ്കിൽ മുഖത്തെ മാംസപേശികൾ എന്ത് ചെയ്യും? വലിഞ്ഞു മുറുകി ടൈറ്റ് ആകും. അതുകൊണ്ടാണ് ഇതിനെ ലോക്ജോ എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു പേരാണ് എന്ത്? ലോക്ജോ എന്ന് പറയുന്നത്, അല്ലെ? അതെന്തുകൊണ്ട് ആ ഒരു പേര് കിട്ടിയത്? നമ്മുടെ ഫേസിലെ മസിൽസ് ഒക്കെ വലിഞ്ഞു മുറുകി ടൈറ്റ് ആകും, അനക്കാൻ പറ്റാതെ വരും നമുക്ക്. അതുകൊണ്ടാണ് ഈ രോഗത്തെ ലോക്ജോ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ട് വരും. ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ട് വരും. ലോക്ജോയാണോ? ലോക്ജോ? അതെ അതെ, ലോക്ജോ. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അർച്ചന, ടെക്സ്റ്റില്. പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അനുഭവപ്പെടാം. പിന്നെ ശ്വാസകോശം അഥവാ ലങ്സ് ഭയങ്കരമായിട്ട് ടൈറ്റ് ആകും ഈ ഒരു സമയത്ത്. ഓക്കെ, പ്രധാനമായിട്ടും ഇതിന്റെ സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ മസിൽസ് ടൈറ്റ് ആവുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഒരു രോഗത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്കറിയാം, ഗർഭിണികൾക്ക് എന്ത് കൊടുക്കാറുണ്ട്? ടെറ്റനസിന്റെ വാക്സിൻ കൊടുക്കാറുണ്ട്. ടി എടുക്കാറില്ലേ? ഉണ്ട്. എത്ര പ്രാവശ്യം എടുത്തിട്ടുള്ളത്? 2 പ്രാവശ്യം എടുത്തിട്ടില്ലേ? 2 ഡോസ്. 2 ഡോസാണ്. പ്രഗ്നൻസിയുടെ ഫസ്റ്റ് സ്റ്റേജിൽ, പ്രിമിസ്റ്റർ സ്റ്റേജിലാണ് എന്ത് കൊടുക്കുക? ഈ ടി കൊടുക്കുക. എന്തിനാണ് ഇത് കൊടുക്കുന്നേ? ടി കൊടുക്കുന്ന എന്തിനായിരിക്കും? പ്രഗ്നന്റ് ലേഡീസിന് എന്തെങ്കിലും മുറിവിലൂടെ ഇൻഫെക്ഷൻസ് ഉള്ളിൽ പോയി അതിനെ പ്രതിരോധിക്കാനാണ്. അതായത് നവജാത ശിശുക്കൾക്ക് ഉണ്ടാവാതിരിക്കാൻ, ന്യൂബോൺ ബേബി, അതായത് ആ കുഞ്ഞിന്, വയറ്റിലുള്ള ആ കുഞ്ഞിന് ഈ ഒരു രോഗത്തെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്? ഈ ഒരു ടി. മാം, നമ്മളെ കാലിലൊക്കെ ആണിയൊക്കെ കൊണ്ട് നമ്മൾ പോയി ടി എടുക്കുക എന്നൊക്കെ പറയും. എടുക്കാറുണ്ട്, അത് എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെയും എടുക്കാറുണ്ട്, ഇൻഫെക്റ്റഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ പ്രത്യേകിച്ച് ഇപ്പോ മൃഗങ്ങളൊക്കെ മാന്തുന്ന സമയത്ത്, ഇപ്പൊ പട്ടിയോ പൂച്ചയോ അതൊക്കെ മാന്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ടി എടുക്കാറില്ലേ? പോയിട്ട് വാക്സിൻ എടുക്കാറുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? ഒന്ന് ചിന്തിച്ചാൽ മതി. നടക്കുന്നത് എവിടെയാ? അല്ലെ? അപ്പൊ നഖത്തിന്റെ, അവരുടെ നഖം ഉണ്ടല്ലോ, ഈ പട്ടിയായാലും പൂച്ചയായാലും അവരുടെ നഖത്തിന്റെ അടിയിലായിട്ട് എന്ത് ചെയ്യും? ഈ ബാക്ടീരിയ അള്ളി പിടിച്ചിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് മാന്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ മുറിവിലൂടെ ഈ നഖത്തിൽ നിന്ന് ബാക്ടീരിയ ഉള്ളിലോട്ട് പോകും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ടി എടുക്കുന്നത്. ടെറ്റനസിനെതിരെ ഉള്ളതാണ്. അപ്പോ ഇത്രയുമാണ് ഈ ഒരു ടെറ്റനസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. മനസ്സിലായോ?
എന്താണ് ഈ തീറ്റി എടുത്തവരെ 5 വർഷത്തേക്ക് പിന്നെ തീറ്റി എടുപ്പിക്കാറുണ്ട്. പ്രഗ്നന്റ് ലേഡി കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് പ്രസവം ലേഡിയാണ്? കഴിഞ്ഞിട്ടുണ്ട്. പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ തീറ്റി എടുക്കാൻ ചെല്ലുമ്പോൾ 5 വർഷത്തേക്ക് തീറ്റി എടുക്കണം എന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല. അശ്വതി പറഞ്ഞത് മനസ്സിലായില്ല, ക്ലിയർ അല്ല. ടി എടുത്തു കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. തീറ്റി എടുത്ത് കഴിഞ്ഞ് പിന്നെ 5 വർഷത്തേക്ക് തീറ്റി എടുക്കണം എന്ന് പറയുന്നുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട്. പറയാറുണ്ട്. മാം അതെനിക്ക് തോന്നുന്നു അതെന്താന്ന് ഇപ്പോഴത്തെ ടി എനിക്ക് ഇതുപോലൊരു ഇൻസെക്ട് ബൈറ്റ് ഉണ്ടായപ്പോ ടി എടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് ഞാൻ ഇന്ന ഇത്ര മാസത്തിനിടയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഇപ്പോഴത്തെ ടി 5 years അതിന്റെ എക്സ്പയറി പോലെ ഇത് ഒരു ഡേറ്റ് ഉണ്ട്, എന്നാലും നമ്മൾ എടുക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു. അതെ, അതായിരുന്നു തോന്നുന്നു ഇപ്പൊ ചോദിച്ചത്. എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളിപ്പോ ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ? 6 മാസമാണ് പറഞ്ഞിട്ടുള്ളത്. 6 മാസമല്ല ഇപ്പൊ 5 years ഒക്കെ പറയുന്നുണ്ട്. 5 years ഒക്കെ വലിയൊരു ഗ്യാപ്പാണ്. നമ്മുടെ ഉള്ളിൽ എത്രത്തോളം അത് ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. അതൊക്കെ എന്റെ കഴിഞ്ഞ ദിവസം എന്റെ കാലിൽ ഒരു കുപ്പിച്ചില് കയറിയിരുന്നു. ചെറുതായിട്ടേ ഉള്ളു. അപ്പൊ അതിന് ടി എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നതാണ്. അപ്പൊ എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ 1.25 വയസ്സായുള്ളൂ കുഞ്ഞിന്. 1.25 വയസ്സുണ്ട്. അപ്പം അന്നേരം ഡോക്ടർ ചോദിച്ചു ഇപ്പൊ എത്ര നാളായി. പിന്നെ 5 വർഷത്തേക്ക് അത് ടി അതുകൊണ്ട് എടുക്കണം എന്ന് പറഞ്ഞു വിട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതെ അല്ലേ? കുപ്പിച്ചില് കയറിയതാണ്. ചെറുതായിട്ടൊന്നും പോറിയതേ ഉള്ളൂ, ഒരുപാട് വലുതായിട്ടല്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ പോയത്, പ്രൈവറ്റിലാണോ? നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് സെന്റർ പോലെ ഒരു ഹോസ്പിറ്റൽ, ഗവൺമെന്റ്. അല്ലേ? എടുക്കുന്നതാണ് നല്ലത്. നമുക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരോടും എനിക്കതാണ് പറയാനുള്ളത്. ചിലപ്പോ ചിലവര് വിട്ട് കളയും. എടുക്കണ്ടെന്ന് പറഞ്ഞ് നേരത്തെ എടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞ് വിട്ട് കളയാറുണ്ട്. പക്ഷെ ആ കേസിലൊക്കെ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് ബാധിക്കുകയും കിഡ്നിയിലൊക്കെ ബാധിക്കുകയും ലിവറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ആള് മരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ ഒരു കണ്ടീഷനുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അടുത്ത് ഞങ്ങളുടെ ഒരു ക്ലോസ് റിലേറ്റീവിന് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. പുള്ളിക്ക് എനിക്ക് തോന്നുന്നു പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ തകര ഷീറ്റിന്റെ എന്തൊരു സംഭവം കാൽമ കൊണ്ടിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ നല്ല രീതിയിൽ ആഴത്തിൽ മുറിവുണ്ടായി. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ അവര് ടി എടുത്തില്ല. അതായത് ഈ ചേട്ടൻ ഒരു 6 മാസത്തിന് മുമ്പ് ടി എടുത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇനി ടി എടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചു വിട്ടു. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോ ചേട്ടൻ പനിയായി. പിന്നെ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് മഞ്ഞപ്പിത്തത്തിന്റെ ഒരിതൊക്കെ കാണിച്ചു. അതുകൂടാതെ കിഡ്നിയിലേക്ക് ബാധിച്ചു, ലിവറിൽ ബാധിച്ചു. പിന്നെ ലാസ്റ്റ് ആളെ മരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോ നമ്മള് അപ്പൊ മിസ് ഈ 6 മാസത്തിനകം വെച്ച് 2 ഇഞ്ചക്ഷനൊക്കെ എടുത്ത കുഴപ്പമില്ല? ഇല്ല, അതങ്ങനെ കുഴപ്പമില്ല. അതായത് നമ്മൾ എന്തിനാണ് ഇത് എടുക്കുന്നത്, അതായത് എന്ത് വന്നിട്ടാണ് ഇത് എടുക്കുന്നതിൽ പ്രയോറിറ്റി ഉണ്ട്. ഇപ്പൊ പലർക്കും പല കേസാകാം. ചിലവർക്ക് കുപ്പിച്ചില് കൊണ്ടിട്ടാവാം, ചിലവർക്ക് ആണി കൊണ്ടിട്ടാകാം, ചിലവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമാവാം, പട്ടി കടിച്ചിട്ടാവാം, പൂച്ച കടിച്ചിട്ടാവാം. അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ തീവ്രത നമ്മൾ നോക്കണം. എത്രമാത്രമാണ് മുറിവുള്ളത്, ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ വാക്സിൻ കൊടുക്കുന്നത്. ആഴത്തിലുള്ള മുറിവുകളൊക്കെ ആണെങ്കിൽ നമ്മൾ വെറുതെ വിടാനായിട്ട് പാടില്ല. രോഗി അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. അപ്പോ നിങ്ങളത് ചോദിച്ചു മേടിക്കണം. ആവശ്യം എന്താണ്, എന്തുകൊണ്ടാണ് എനിക്ക് ടി നിങ്ങൾ എടുക്കണ്ടെന്ന് പറയുന്നത് അവരോട് ചോദിക്കണം. അല്ലാണ്ട് വെറുതെ അവർ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരുന്നത് കേട്ടോ. കറക്റ്റ് കാരണം അന്വേഷിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോരാനായിട്ട് പാടുള്ളൂ. മുറിവ് ചെറുതായതുകൊണ്ടായിരിക്കാം ചിലപ്പോ മുറിവ് വളരെ ചെറുതായത് കൊണ്ടായിരിക്കാം. ആഴത്തിലുള്ള മുറിവൊക്കെ ആണെങ്കിൽ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് അവർ നടത്തും, വിടില്ല. ചില കേസുകളിലുണ്ട് അങ്ങനെ. ഇപ്പൊ നമുക്കറിയാലോ ഇഞ്ചക്ഷന്റെ എണ്ണത്തിൽ വാക്സിൻ നമ്മളിപ്പോ ഡോഗോ അല്ലെങ്കിൽ കാറ്റോ എന്തെങ്കിലും നമ്മളെ കടിച്ചു അല്ലെങ്കിൽ മാന്തി എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഡോസേജിൽ വ്യത്യാസം ഉണ്ടാകും ഇല്ലേ? അതുപോലെ തന്നെ കുറച്ചു നാൾ മുമ്പ് ഇപ്പൊ നമ്മളെ പൂച്ച ഒന്ന് മാന്തി എന്ന് വിചാരിക്കുക. കുറച്ചു നാൾ മുമ്പ് നമ്മളെ പൂച്ച മാന്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയും ഇങ്ങനെ. അപ്പോ ഡോസേജിൽ വ്യത്യാസം വരും. നമ്മൾക്ക് 4 എണ്ണത്തിന് പകരം ചിലപ്പോൾ 2 എണ്ണം എടുത്താൽ മതിയാണ്. അപ്പൊ അതൊക്കെ അവർക്കറിയാം. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാ, അതിനനുസരിച്ച് അവര് നമ്മളെ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടൊന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമ്മളത് ചോദിച്ചു വാങ്ങിക്കാന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ഹെൽത്താണ്, വേറെ ആരും ഉത്തരവാദികളല്ല, നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ.
അപ്പോ ഇനി നമുക്ക് ഈ ഒരു പാരഗ്രാഫ് ആണ്. ഈ ഒരു പാരഗ്രാഫ് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ പറഞ്ഞു നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പാരഗ്രാഫ് ഇതുവരെ റീഡ് ചെയ്തിട്ടില്ല, അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആകും. അതിന് വേണ്ടിയിട്ടാണ് ഈ 3 രോഗങ്ങളെ കുറിച്ചും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. സൈൻ ഔട്ട് ചെയ്യുന്നതിനെ അർച്ചനയെ ക്ഷണിക്കുന്നു. ഹലോ എല്ലാവർക്കും. ഹലോ, കേക്കണ്ട? പറഞ്ഞോളൂ. ഇന്ന് ക്ലാസ് കോർഡിനേറ്റ് ചെയ്ത അനു, പ്രയർ തോട്ട് ഓഫ് ദ ഡേ ചെയ്ത ഗ്ലാഡിസ്, സൈൻ ചെയ്ത സൽമ, എല്ലാവർക്കും ഇന്ന് ക്ലാസ് എടുത്ത അശ്വതി മിസ്സിനും ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. ഹാപ്പി ന്യൂ ഇയർ മാം. താങ്ക് യു മാം. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും താങ്ക് യു മാം. നല്ലൊരു വർഷമായിരിക്കട്ടെ, കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.